സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഹാർഡ് കോർ സീരീസിന് ശേഷം നമ്മളൊരു പുതിയൊരു സീരീസായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതും ഒരു മൾട്ടിപ്ലെയർ സർവൈവൽ സീരീസാണ്. ഈ സീരീസ് നമ്മൾ സാവധാനം ബിൽഡിലൊക്കെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷയുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഈ വേൾഡിന്റെ തുടക്കം ഇവിടെ കുറിക്കാൻ പോണാണ്. ഇത് പുതിയൊരു ബിഗിനിങ് ആയിരിക്കും. ഈ റെജിമെന്റ് 69 പറ. എന്റെ പേര് റെജി. ഇനി ഞങ്ങൾ ഒരുമിച്ചായിരിക്കും കളിക്കാൻ പോകുന്നത് ഈ സീരീസ്, ഞങ്ങളുടെ ഫോർ മൈൻക്രാഫ്റ്റ് വേൾഡ്. ഞങ്ങൾ നമ്മുടെ വേൾഡിലെ ഫസ്റ്റ് മരം തന്നെ മുറിച്ച് വേൾഡ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ തന്നെ ഉടക്കം മുറിക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ നീ തന്നെ ഉണ്ടാക്കും. നമ്മുടെ ഫസ്റ്റ് മൈൻഡ് ഫുഡാണ്. ഞാൻ പിക്കാക്സ് എന്തായാലും ആക്കി തരാം. അപ്പൊ ഞാൻ ചോദിക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ വിടും പിക്കാക്സ് ഇത് കൊടുക്കാണ്. കുഞ്ഞിനോ ഇങ്ങോട്ട് ഇടണേ? കുഴപ്പമില്ല. ശരി, ഞാൻ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കി തരാം. നമ്മുടെ ബേസിക് ടൂൾസും ഉണ്ടാക്കാം. ഞാനപ്പോ ഷേപ്പിന് ബെഡ് സെറ്റ് ആക്കട്ടെ. ടൂൾസ് ഞാൻ പൊക്കത്തേക്കും താഴെ നിക്ക്. നൈറ്റാവാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഫുള്ള് ബേസിക് ടൂൾസ് എന്തായാലും ആക്കണ്ട്. നമുക്കിനി ഷീപ്പിനെ കണ്ടുപിടിച്ച് ബെഡ് സെറ്റ് ആക്കണം. നൈറ്റ് ഇപ്പൊ തന്നെ ആവാൻ തുടങ്ങിയിട്ടാണ്. നൈറ്റ് സ്കിപ്പ് ചെയ്യണ വലിയൊരു കാര്യമാണ്. നേരെ പോയാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. കുഴി കുത്തിയാതിരിക്കാനേ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മള് വീരശൂര പരാക്രമിയായിട്ട് എന്ന് ബെഡ് കണ്ടുപിടിക്കാൻ പോണം ഇപ്പൊ തന്നെ. രാത്രി ആയതുകൊണ്ട് ഇനി സ്പോണാവെന്ന് അറിഞ്ഞൂടാ. സ്പോണൊക്കെ ആവും. ഈ വട്ടത്തി ഓടി കളിച്ച് സ്പോണാവെന്ന് അറിയില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നോക്കാം ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ. എടാ സോംബി ബാക്കില്. അയ്യോ, അങ്ങനെ വേൾഡിലെ ആദ്യത്തെ മരണം സംഭവിച്ചിരിക്കുകയാണ്. അതെ, സ്കിപ്പ് ചെയ്തിട്ടുണ്ടായി ശരിയായിട്ട് കുഴിയെത്തി. ഇനി നമുക്കെന്ന് പറഞ്ഞാൽ ബെഡാണ് സെറ്റ് ആക്കുന്നത് അല്ലേ? അതെ അതെ. പിന്നെ ഗൈസ്, ഇത് നമ്മുടെ ഫസ്റ്റ് മൾട്ടിപ്ലെയർ സീരീസ് ആണ്. അതിന്റെ കുറച്ച് പോരായ്മകൾ ഉണ്ടാവും. പോരായ്മകളൊക്കെ എപ്പോഴും ഉണ്ടാവും. ഓഡിയോ ആയിരിക്കും ചിലപ്പോ. നമ്മള് വരുന്ന എപ്പിസോഡിൽ അതൊക്കെ ശരിയാക്കാൻ നോക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഞാൻ കഴിഞ്ഞ ഞാനിവിടെ ഫുഡ് കളക്ട് ചെയ്യ കാര്യം എന്റെ ടൂൾസ് ഒക്കെ ഇപ്പൊ ഡീസ്പോൺ ആയിപ്പോയിട്ടുണ്ടായി കഴിഞ്ഞ നൈറ്റില്. ഇവിടെ ഒരു ആക്സ് തരുമോ? ഇവിടെ എന്തായാലും ഒരു കാർഡ് ഉണ്ട്. നമുക്ക് കാർഡ് മൊത്തം വെട്ടി നശിപ്പിച്ചേക്കാം. ഈ ബെഡിന് ഞാൻ കെഞ്ചി വാങ്ങണമായിരിക്കും. അതന്നെ, യജമാനൻ ബെഡ് തന്നാലും ഫുഡിലാണ്ട് ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. യജമാനൻ ഫുഡ് തരും. താഴെ നിൽക്കും. പകുതി ഫുഡ് എടുത്തോ. ജേഷി വാട്ട് എ ബ്യൂട്ടിഫുൾ കളർ. ഈ ക്രാഫ്റ്റിംഗ് ടേബിളും ഇതും ഈ ഓർമ്മക്കായിട്ട് ഇവിടെ വെക്കണം. ഫുഡ് എന്തായാലും നമുക്ക് സെറ്റ് ആക്കാം. അതിന്റെ അടുത്ത് അല്ല, എനിക്ക് ഓടാൻ പറ്റില്ല. ഇല്ല, എനിക്ക് ഓടാൻ പറ്റില്ല. 3.5 ഹെൽത്തും
വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാ, വീട് പണിയാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക അല്ലേ? ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഗോൾ. അവിടെ ഒരു ടെന്റ് അടി. അതെ, നമ്മ പതുക്കെ കളിക്കുള്ളൂ, പരമാവധി എൻജോയ് ചെയ്ത് ഭയങ്കര കളിക്കാൻ. പിന്നെ ബിൽഡും ഫോക്കസ് ചെയ്തായിരിക്കും കളിക്കണം. അതെ, ഏത് ബിൽഡ് ചെയ്താലും നമ്മ പരമാവധി ഡെക്കറേറ്റ് ചെയ്യാൻ ഇതിന്റെ മണ്ടൊക്കെ ഫസ്റ്റ് ഉണ്ടാക്കിയ എല്ലാ സാധനവും ഇവിടെ തന്നെ വയ്ക്കണമെന്ന്. എല്ലാ സാധനവും ഒരു മിനിറ്റ്, ഞാനേ അവിടെ തന്നെ എന്തെങ്കിലും വെച്ചില്ലെങ്കിൽ ഞാൻ മിക്കവാറും 14 ഫ്രിഡ്ജ്. വുഡ് സ്മെൽ ചെയ്യാൻ നോക്കട്ടെ, ചാർക്കോളാക്കട്ടെ 2 അപ്പൊ കോള് കിട്ടാത്തപ്പോ ഇങ്ങനെ വുഡ് സ്മെൽ ചെയ്ത് ചാർക്കോളാക്കി കഴിക്കാൻ പറയാ. ചാർക്കോളൊക്കെ കഴിക്കാനാ ഫുഡ് അടിച്ചു പറ്റി. ചാർക്കോൾ വെച്ച് കുക്ക് ചെയ്യാൻ നോക്കാം. എടാ അപ്പൊ ഈ മരം എന്താ കത്തൂലേ? മരത്തെ കൊണ്ട് നമുക്ക് കത്തിക്കാൻ പറ്റും, പക്ഷെ മരത്തെക്കാൾ കൂടുതൽ സാധനം ചാർക്കോളത്തിൽ കത്തിക്കാം. എന്തുകൊണ്ട് ലാഭം? ഇല്ല, ഫുഡ് വെച്ച് നമുക്ക് പറ്റും. 8 കോള് പോലെ തന്നെ ചാർക്കോൾ ടോർച്ച് ഉണ്ടാക്കാന്ന് വെച്ച് അറിയില്ല. നമ്മളിവിടെ സൈഡിൽ തന്നെ നമുക്ക് കോൾ ഉണ്ടായിരുന്നു, നമ്മത് മൈൻഡ് ചെയ്യാണ്ട് പോയി. കോളെടുത്തോ? ഇല്ല, നമുക്ക് വേറെ ഗെയിം എടുക്കാം. ഈ ഗെയിം ഇത്ര ഐശ്വര്യമില്ല, നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ. നമുക്കെന്നാ നാളെ രാവിലെ 8 തന്നെ ഒരു ലോങ് ഡ്രൈവ് ഇറങ്ങി. നമ്മുടെ സ്കൂളിലെ അവസാനത്തെ ദിവസം. അതെ, ബെഡ് വെച്ചു പോവാം, നേരത്തെ ഉറങ്ങാം. നാളെ നേരത്തെ എനിക്കാണല്ലോ. അയ്യോ സോറി. ഒരുമിച്ച് കിടക്കാം. ഗുഡ് മോർണിംഗ്. രാവിലെ മോർണിംഗ്. എന്റെ ബെഡും കൊണ്ടുപോയി. നമ്മൾ ഇന്നലെ സർവർ ടെസ്റ്റിങ്ങിന് വേണ്ടി ഒന്ന് കയറി നോക്കിയായിരുന്നു. അപ്പൊ ഇന്നലെ നമ്മളിവിടെ പ്ലാൻ ചെയ്ത് ആ സൈഡോട്ട് എക്സ്പ്ലോറിങ്ങിന് പോവാണ്. ഇന്നലെ കണ്ടപ്പോ തന്നെ അരുവി അതിന്റെ ഒരു ആംബിയൻസ് അല്ലേ, അത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ കൊല്ലടാ, ഫുഡിന് ആവശ്യം വരും. മനസാക്ഷി കാണിക്കരുത്. ഫുഡിന്റെ ആവശ്യത്തിന് ഞാൻ ഫോൺ കഴിക്കോളൂ, എല്ലാത്തിനും കൊന്നു. ശരി, എന്നാ ബാക്കിൽ ഒരെണ്ണം. ഇനിയിപ്പോ പോണ വഴിയല്ലല്ലോ, അതുകൊണ്ട് വേണ്ട. കുഴപ്പമില്ല, നേരെ തന്നെ പോവാന്ന്. നമുക്ക് നല്ലൊരു വീട് വെക്കേണ്ട സ്ഥലം കണ്ടുപിടിക്കും, അതാണ് നമ്മുടെ മെയിൻ ഗോൾ. നമ്മുടെ വീടും നമുക്ക് ബാക്കിയുള്ള ബിൽഡ്സും എല്ലാം കൂടി പറ്റിയൊരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലം. എനിക്ക് തിരിയാൻ ലാഗടിക്കണം. അവിടെ പംകിൻസ് ഉണ്ട് കേട്ടോ. അതെ, ഇവിടെ വന്നേ. എവിടെ? ബീ ഹൈവ് ആണോ നീ കണ്ടേ? അവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ പംകിൻസ് ഉണ്ട്. നീ എവിടെ? പംകിൻസ് ഉണ്ടോ? അതിന്റെ അടുത്ത് തന്നെ ഒരു വില്ലേജ് ഉണ്ടാവുന്നതാണ് ലൈറ്റിനുള്ളതെല്ലാം ബ്ലോക്കാതാ പറഞ്ഞതിന് മുമ്പ്. എടാ ഈ വെള്ളപ്പൂക്കള് എടുത്തേക്കാം. ഇവിടെ ആക്സ് വെച്ച് പിടിച്ച പെട്ടെന്ന് ആക്സ് വെച്ച് പൊട്ടിക്കും. നീ കാണാൻ പറഞ്ഞത് ശരിയാട്ടാ. നോക്കപ്പോ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ മറ്റേ പങ്കിന്റെ അവിടെ നോക്കട്ടെ. ഞാൻ ഈ കഴുത്തി വെള്ളപ്പൂക്കള് കളത്തിയിട്ടുണ്ട്. നമ്മുടെ വീക്ക്നെസ്സാ. എടാ നമുക്ക് ഈ മലയുടെ അപ്പുറത്ത് വല്ലതും നോക്കിയാലോ? അപ്പുറത്തെന്താ? ഒരു ലാവാപോള്. ചാടല്ലേ? നമ്മുടെ സ്പൂണിന്റെ അടുത്ത് തന്നെ 2 ലാവാപോളുണ്ട്. സത്യം പറഞ്ഞ വില്ലേജ് അല്ലേ നേരെ? അത് ഞാൻ വീട് കണ്ടായിരുന്നു. ലാവാപോള് കണ്ടപ്പോ ഇതൊക്കെ പറയണ്ടേ? ലാവാപോളിലും ഇമ്പോർട്ടന്റ് വില്ലേജ് എനിക്കല്ല നിനക്ക്. നമുക്ക് ഈ വില്ലേജസ് വെച്ചിട്ട് കൊറേ ഫാം ഉണ്ടാക്കാൻ പറ്റും ഓട്ടോമേറ്റഡ് ആയിട്ട്. ഈ പാത്തിന്റെ ലോജിക്ക് നോക്കിയടാ. ഇത് എങ്ങോട്ടാ പോകണ്ട സത്യം പറഞ്ഞ? അതല്ല, ഈ പാത്ത് ഇങ്ങനെ ചാടിക്കിടക്കും നോക്ക്. ഇവിടെ വരെ പാത്ത് വെച്ചിട്ട് ഇങ്ങോട്ടൊരു ചാട്ടം.
ഈ ഗവൺമെന്റ് ശരിയല്ലേ ഇവിടത്തെ? അതെ അതെ. അയൻകോളത്തിനെ ഈ റിവ്യൂ നോക്കി ഒരുമാതിരി കുളമ്പ് കൊട്ടക്കിണർ പോലത്തെ ഇത് നോക്കി കൊള്ളാലത്. റിവ്യൂ എന്തായാലും നമുക്ക് രാത്രി നോക്കാവാ. രാത്രിയാ? രാത്രി റീസ്പോൺ സെറ്റ് ചെയ്യാൻ മറക്കല്ലേ ചേട്ടാ, ഞാൻ എപ്പോഴും മറന്നോണ സാധനം. പിന്നെ ഹാർഡ് കോർ പ്ലെയർ ആയതുകൊണ്ട് അത് വെക്കാറില്ല. നമുക്ക് ഈ ക്യാരറ്റ് എന്തായാലും ഇപ്പൊ തൽക്കാലത്തേക്ക് എടുത്തേക്കാം. ബീറ്റും എടുത്തോ നമുക്ക്. ഞാൻ എന്നാ വില്ലേജ് നൈസ് അടി ലൂട്ട് ചെയ്യട്ടെ. പൊട്ടറ്റോ കിട്ടി എനിക്ക് വേണേ. കിട്ടി 9 പൊട്ടറ്റോ 9 ബ്രെഡ്. ആപ്പിൾ വേണോ? ആപ്പിൾ വേണ്ട. എടാ വേറൊരു സാധനം ഉണ്ട് ഇതേ കേബിള് കണ്ടെടുത്തോട്ടാ. നീ എടുത്തോ, മടിയാവണോ കുടിക്കാൻ? മറ്റേ ബുക്ക് വായിക്കുന്ന ടേബിൾ എടുക്കണോ? ലെക്ചർ എടുക്കണോ? തൽക്കാലത്തൊക്കെ വേണ്ട അല്ലേ? ഇവിടെ വില്ലേജറിന്റെ കാല് മാറി. ലൈബ്രറിയിലായിരുന്നു ഞാൻ ട്രേഡ് നോക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്തപ്പോഴേക്ക് ഫാർമറായിരുന്നു. ഗതികേടെ ബ്ലാക്ക് സ്മിത്ത്. നമുക്ക് നിക്കറും തൊപ്പി മാത്രമേ ഉള്ളൂ അയ്യന്റെ. നിക്കർ നിനക്ക് നീ എടുത്തോ. നിക്കർ നീ ഇടാറില്ലല്ലേ? ഇരിക്കട്ടെ. ഇവിടെ ബീട്രൂട്ട് വേണ്ടല്ലോ. ഗോളണ്ണൻ അവിടെ ഇപ്പൊ ഉണ്ട്. അയൺമാൻ. ഈ ഗോളണ്ണൻ പെട്രോളിങ്ങിന് പോയേക്കണേ കേവില്. ഇത് കേവ് കൊള്ളാനടാ. നല്ലൊരു ഭംഗിയുള്ള കേവ്. പറഞ്ഞ സത്യം പറയണ അണ്ണൻ കഞ്ചാവല്ലേ? ഞാൻ മിണ്ടല്ല, കേട്ടിട്ട് കൂടിയില്ല. കേവിലോട്ട് ഇറങ്ങിയല്ലേ നൈസായിട്ട് ഒരു ടെന്റ് ഉണ്ടാക്കാം ഈ ഭാഗത്ത്. അവിടെ ബെഡ് എവിടെയും വെച്ചോ. എന്നിട്ട് ക്രാഫ്റ്റ് ടേബിൾ വെച്ചേ. ക്രാഫ്റ്റിംഗ് ടേബിള് ഞാൻ ഒരു 28 ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ടെന്റ് സെറ്റായി. ഞാൻ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചേക്കാം. അപ്പൊ നാളെ രാവിലെ എക്സ്പ്ലോർ ചെയ്യണോ അതോ ഇപ്പൊ തന്നെ ചെയ്യണോ? രാവിലെ വരാം. എടാ നിക്കർ വേണ്ടേ അയ്യന്റെ? തൊപ്പി ഞാൻ വെക്കണേ. അയ്യോ തൊപ്പി നീ വെച്ചോ, എന്റെ കിരീടം കാണൂല. രാജാവിന്റെ കിരീടമാണ്. ഡയമണ്ടാ നടുക്കിരി കിടന്നാലേടാ. ഞാൻ രണ്ടു കിട്ടോ. നമുക്ക് ഈ വെള്ളം പൊട്ടിച്ചിട്ടേ അടിയിലോട്ട് ആക്കല്ലേ, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ശരിയാ. ഞാൻ അവിടെ നിന്ന് പൊട്ടിച്ചല്ലേ? നീ അവിടെ നിന്ന് പൊട്ടിച്ചോ. എന്തായാലും ഇറങ്ങാനായിട്ട് ഞാൻ എന്തായാലും അയൺ മൈൻഡ് ചെയ്യട്ടെ. അത് നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കി വേൾഡിലെ ഫസ്റ്റ് അയൺ പൊട്ടിക്കണ സീൻ കിട്ടിയില്ല. അത് അങ്ങോട്ടേക്ക് വേണ്ട ഇടവഴി പോലെ നോക്കി. ഇല്ല ഇല്ല ഇത് പറ്റിപ്പാ. ഫോണൊക്കെ മൈൻഡ് കേട്ടോ, ഫോണൊക്കെ മൈൻഡ് കേട്ടോ. ഒന്ന് പ്രൊട്ടക്ട് ചെയ്യോ? എടാ ഒരു അയൺ സ്മെൽറ്റ് ചെയ്യാൻ പറ്റിയിട്ട് ഷീൽഡ് ഉണ്ടാക്കിയാലോ? മാറി മാറി മാറി. അയ്യോ കുട്ടി സോമ്പി. അല്ല ഇത് രണ്ടാമത്തെ ഏട്ടാ. പിക്കാക്സ്
ഫുൾ സെറ്റ്. ഫുൾ സെറ്റ്. എടാ മറ്റേ ഇത് വേണ്ടട്ടാ, മറ്റേ ഷവല് ഷവല് വേണ്ട. ഷവല് വേണ്ട. ഷവലെന്റെ ഫുള്ള യൂസ് ചെയ്തിട്ടില്ല അമ്മ. ആ ഞാൻ ആ കൂടി ഇവിടത്തെ വെള്ളം തുറന്നുവിടാനുള്ളത് മാത്രം പൊട്ടിച്ചിട്ടുണ്ട്. നമ്മ ബെഡ് മുകളിലാണല്ലേ വെച്ച്, പക്ഷെ താഴെ വെക്കാൻ മുകളില് പടച്ചേറാ ഇത്തിരി പാടാ. ഞാൻ അയൺ കാണുന്നുണ്ട്, പക്ഷെ അത് ഒരുപാട് പൊക്കത്താ. 2 അയണിന് വേണ്ടി നമ്മ അത്രയും പൊക്കത്ത് കൊണ്ടാകും. ഇവിടെ ഇനിയും പൊക്കത്താണോ ബെഡ്? ആ ബെഡ് കിട്ടി. എടുക്കാണ്ട് വരാൻ വന്നാ കേട്ടാ. ഞാൻ പിന്നെ UI ചെറുതായിട്ട് ഇട്ടേക്കണോണ്ടേ ചില സാധനങ്ങൾ മാറി. ഈ അവിടെ പിന്നെ ഇറങ്ങി പറ്റല്ലേ ഞാൻ. പിന്നെ അല്ല, നമ്മളാരാ പഴയ മൈൻക്രാഫ്റ്റ് പ്രൊഫഷണൽ. അത് പിന്നെ പണ്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പേടിക്കണ്ട. ഇവിടെ ഇത്രയും നല്ല വെള്ളം കൊണ്ടിട്ട് ഞാൻ ഡാമേജ് അടിച്ച വീണ്. ഫുഡ് ഉണ്ടാ? ഫുഡ് ഇറങ്ങിച്ചെല്ലാനുള്ള ഫുഡ്. ഇറങ്ങിച്ചെല്ലാനുള്ള ഫുഡ് എന്റെ അടുത്തുണ്ടോ? ഒരെണ്ണം. ആ അതിപ്പോ കൊറേ പോയല്ല. കേവ് എത്ര ഉള്ള കിടക്കണ അയൺ? ഇവിടെ കേവ് എത്ര ഉള്ളു? 4 അയൺ ഉണ്ട്. ഉണ്ടാക്കി അടിയിൽ വന്ന് നിൽക്കും. ഷീൽഡ് ഉണ്ടാക്കി. ഷീൽഡ് ഞാൻ മേടിക്കണോ നീ മേടിക്കണോ? 4 അയൺ ഉണ്ട്. അതിപ്പോ സ്മെൽറ്റ് ചെയ്യണോ? ഇവിടെ ഇത്രയും ലൈറ്റ് ഇരിക്കട്ടെ. അതെ ഇത് ബേസ് ആക്കണടാ. എന്തേ? ശരിയാ, അതല്ലത്. കേവിന്റെ അപ്പുറത്തെ സൈഡിലായിട്ട് വേറെ ഇങ്ങോട്ടുണ്ടായില്ലേ? എവിടെ? എടി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു കേവ് ഉണ്ടേ. എടി ഇവിടെ ക്രീപ്പർ അല്ല, പേടിച്ച് ഷീൽഡുള്ള അരി മറന്നു. ഷീൽഡിന്റെ അരി ഞാൻ മറന്നു. പുതിയ വീടല്ല. എടാ ഇവിടെ ചാടല്ലേ, വലിയൊരു കേവ്. നമ്മളെ കൊല്ലാൻ വേണ്ടി മാത്രമായിട്ട് കുറെ എണ്ണങ്ങൾ അവിടെ നിൽപ്പുണ്ട്. സൂക്ഷിച്ചു കണ്ടും വലിയ സൈഡ് ഉണ്ടായിരുന്ന. അങ്ങോട്ടേക്കല്ല. അന്ന് ഇവിടുന്ന് പറഞ്ഞ ഉണ്ടാക്കി ഉണ്ടാക്കാം. ഈ മോള് വരെ പോവാൻ ചടങ്ങാ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാ? ഞാൻ ഉണ്ടാക്കാം. കേവ് അടിയിലോട്ടുണ്ട്. അടി ഇവിടെ സൈഡിലോട്ടുണ്ടാ. അല്ല അയൺ അവിടെ സ്മെൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നീ എടുത്തുണ്ടാക്കിക്കോ. വുഡ് ഉണ്ടല്ലോ. മഞ്ഞ വരുന്ന ചെറുതായിട്ട്. എടാ ഞാൻ പെട്ട്. എടാ
I am fighting. സിനിമാറ്റിക് പോവാന്നൊക്കെ ഇറങ്ങി പോടാ പട്ടികളെ. വേറൊന്നുമില്ല എന്റെ കയ്യില്. കല്ല് 2 അടക്കാരനട്ടെ ഇത് കണ്ടപ്പോ തന്നെ. അല്ല നമുക്ക് എന്തായാലും ഇറങ്ങണ്ടില്ല അതിന്റെ താഴത്ത്. അപ്പൊ എടുത്തണ്ണ 8 എണ്ണം ഉണ്ട് ബാക്കി. ഒരു നിമിഷം ഒന്ന് വിറച്ചു പോയി. ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടാക്കടാ, നിനക്ക് പ്ലാങ്ക് തന്നല്ലേ ഞാൻ. എടുത്തു നോക്ക്, 8 പ്ലാങ്കാട്ടുണ്ട് എന്റെ. ഞാനെന്നാ ഒന്നുകൂടി പോട്ടെ. സോ ഇപ്പം നമ്മുടെ വീഡിയോ വിചാരിച്ചു കഴിഞ്ഞാൽ ലെങ്ത് ഇത്തിരി കൂടിയതുകൊണ്ട് തന്നെ നമ്മൾ കേവിൻ്റെ ബാക്കി എക്സ്പ്ലോറേഷൻ പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേറെ നടന്നിട്ടില്ല. കുറച്ച് അയൺ അവിടെ നിന്ന് കിട്ടിയെന്നല്ലാണ്ട്. നമുക്ക് പോവാ അവിടെ നിന്ന്. എന്റെ ടൂൾസേ ചിലതൊക്കെ കാണാനില്ല. നിന്റെ വല്ല ആക്ഷൻ ഉണ്ടാ നോക്കി 2. കേറി. എന്റെ ആക്സ് കാണാനില്ല. നിന്റെ ഉണ്ടാ നോക്കി. എന്റെ ബെഡ് നിന്റെ അടുത്ത്, നിന്റെ ബെഡ് എന്റെ അടുത്ത്, കുഴപ്പമില്ല. അല്ല 2 ബെഡ് നിന്റെ പൊട്ടിച്ചെടുക്കുന്നേ ഉള്ളു കാര്യം. അയ്യോ എന്റെ ഇൻവെന്ററി ഫുള്ളായി. ഞാൻ പെട്ടി മൊത്തം കുറച്ച് സാധനം എടുത്തേ. നമുക്ക് ആ സൈഡ് ഡയറക്ഷൻ തന്നെ പോവാ. ഐശ്വര്യം അങ്ങോട്ടുണ്ട്. അതെ, നമുക്ക് പോണ വഴിക്ക് അതിലേക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഈ സ്ഥലം കുഴപ്പമില്ല. ഒരുപാട് മറ്റേ ഇതുണ്ട് കേട്ടോ. ടേബിളല്ല മറ്റേ വില്ലേജേഴ്സിനെ ട്രാപ്പ് ചെയ്തില്ലല്ലോ നമ്മള്. ഏത് വില്ലേജേഴ്സിനെ പൂട്ടിയില്ലല്ലോന്ന്. വില്ലേജിനെ പൂട്ടണ്ട എന്തായാലും. ഇതൊരു പീസ്ഫുൾ വില്ലേജാ. നമ്മൾ ഇന്നലെ രാത്രി സർവൈവ് ചെയ്തപ്പോൾ തന്നെ എല്ലാം ചത്തിട്ടുണ്ടാവും മിക്കവാറും. എന്റെ അഭിപ്രായത്തില് ഇന്നലെ തന്നെ ചാവണ്ടേണെന്ന്. ടേബിൾ എന്തായാലും എല്ലാം നമുക്ക് ബ്രെഡ് ആകണ്ട. നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരും. നമുക്ക് ഈ വഴി തന്നെ പോവാൻ എന്തായാലും. നേരെ ഒരു ഷീപ്പ് ഒറ്റക്ക് നിൽക്കണം. ഡിപ്രഷൻ ആയിരിക്കും. കിടക്കാനായിട്ടില്ല. പറ്റിച്ചെന്നെ. എടി ഇവിടെ ലാവ ഉണ്ടെന്ന് തോന്നുന്നു. ഏടി ഇവിടെ അടുത്ത ലാവ. ലാവ പൂളല്ല, പക്ഷെ ഒഴുക്ക. നമ്മ സത്യം പറഞ്ഞ 2 ലാവാപ്പൂള് കണ്ടുപിടിച്ചു. നമുക്കപ്പം നെതറിലേക്കൊക്കെ പോണെങ്കിൽ പിന്നെ എന്തെങ്കിലും സാധനം കുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ലാവ വെച്ച് കുക്ക് ചെയ്യാം അല്ലേ. ഇത് പക്ഷെ ലാവ പൂളല്ല, അതാ പ്രശ്നം. ഇത് പൂളല്ല, കൊറേ പൂള്. ഞാൻ അങ്ങോട്ട് കാടാ തോന്നുന്നു. എന്തായാലും ഫുഡിന്റെ കാര്യമില്ല. നമുക്ക് മറ്റേ സ്ഥലം നോക്കണം. വീട് പണിയാവുന്നത് കറങ്ങി ഇത് വലിയൊരു ഐലൻഡ് ആണെന്ന് തോന്നുന്നുണ്ട്. കാര്യം നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ എവിടെ നോക്കിയാലും വെള്ളമില്ലേ. ഐലൻഡ് ആണെന്ന് തോന്നുന്നു. ഇവിടെ വെച്ചാല വീട് ഈ ഒരു ഇറക്കത്തില്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിട്ട് നോക്കാം. നമ്മള് ബിൽഡ് കൂടെ നമ്മൾ മെയിൻ ആയിട്ട് ഡീപ് സ്ലേറ്റ് ഒക്കെ വെച്ചിട്ടാണല്ലേ. ഡീപ് സ്ലേറ്റ് വുഡ് സ്പ്രൂസ് കിട്ടിയില്ലല്ലോടാ. സ്പ്രൂസ് നോക്കണം. സ്പ്രൂസ് തപ്പി കണ്ടുപിടിക്കണം. ഈ ലക്ഷണം കണ്ടിട്ട് ഈ ഏരിയയിൽ സ്പ്രൂസ് ഇല്ലാത്ത പോലെ. എടാ മൗണ്ടിന്റെ പൊക്കത്തൊന്ന് നോക്കിയാലോ? നോക്കാം. ഇതൊരു കുഞ്ഞു കേവ്. വേണ്ട വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാ. അധികമൊന്നുമില്ല. അല്ലതാ ഇങ്ങനത്തെയൊന്നും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. നല്ല ആഴമുണ്ട്. വന്നേ സ്ഥലം കണ്ടുപിടിക്കാം.
പക്ഷെ നമുക്ക് എന്തെങ്കിലും മോപ്സ് വന്നു കഴിഞ്ഞാൽ മര്യാദക്ക് ഡിപെൻഡ് ചെയ്യാനും പറ്റില്ല. അതില്ല. പക്ഷെ ഒരിടക്കിന് നമുക്ക് ഇങ്ങനെ മൂലക്ക് നിന്നിട്ട് ഷീൽഡ് പിടിച്ചേക്കാൻ പറ്റും. പട്ടത്തിന് അടി കിട്ടില്ല. മറ്റേ ഷീൽഡ് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ നിന്നൊക്കെ അടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് മലമുകളിലെത്തി 100 ലെവലായി. ബൈ ലെവല്. ഒരു മിനിറ്റ്, സിമ്പിൾ ഐഡിയ ഉണ്ട്. എന്താ? റെസിസ്റ്റൻസ് മാക്സ് ആക്കി നോക്കട്ടെ. നമ്മൾ ചുറ്റിനുള്ള ഏരിയ ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പൊ അത്യാവശ്യം ഹൈറ്റുള്ള ഏരിയ ആണ്. നമുക്കൊരു കാര്യം ചെയ്യണം, നേരെ തന്നെ പോവാം. പക്ഷെ നമ്മള് ബാക്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് വന്ന സ്ഥലം ഇങ്ങോട്ട് പോകണമെങ്കിൽ ഏറ്റവും നല്ലത്. സർവറായോണ്ട് റണ്ടർ ഡിസ്റ്റൻസ് മാക്സ് ഇട്ടിട്ട് ലാഗ് അടിക്കണ്ട. അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഡെസേർട്ട് പോലെ കാണണ്ടല്ലേ? ചിലപ്പോ അടുത്ത ഐലൻഡ് ആയിരിക്കും. അടുത്ത ഐലൻഡാണ്. നമ്മ ഇത് കറങ്ങി വരുന്നതെന്ന് തോന്നുന്നുട്ടാ. ഇങ്ങോട്ട് പോയി നോക്കാം എന്തായാലും. അത് മറ്റേ ഫോറസ്റ്റാ. നേരെ പോയി നോക്കാം. ബ്രിഡ്ജാ? സ്പ്രൂസാ? ഓക്കെ വാ. ആടെ ഇവിടെ ജംഗിൾ എത്തിയാണ് നമ്മള്. ഇവിടെ മീനുകുട്ടീനെ കിട്ടി, നീല കളർ കുട്ടീനെ കിട്ടി. മീനുകുട്ടി ആരാണെന്ന് അറിയണമെങ്കിൽ ഹൈ ലെവലാക്കി മൈൻക്രാഫ്റ്റ് ദൈവം ഈ ജംഗിളിന്റെ ഗ്രാസ് കാണാൻ നല്ല രസമാണ്. അതെ, നല്ല ഭയങ്കര ബ്രൈറ്റ് വെച്ച ഏത് പയറ്റി കൊണ്ടുവന്ന് മറ്റേ മീനുകുട്ടീനെ ടൈം ചെയ്യട്ടെ. എന്നിട്ടാക്കിക്കോ. എനിക്കൊരു പട്ടീനെ വേണ്ട. അങ്ങനെയാണ് എനിക്ക് മീനുകുട്ടീനെ അല്ല നീലക്കുട്ടീനെ വേണ്ട. നീലക്കുട്ടി മരത്തിന്റെ മുകളിൽ. നീലക്കുട്ടീനെ കിട്ടി ഗൈസ്. ഈ ഏരിയ ഒന്ന് നിരപ്പാക്കിട്ട് വീട് വെച്ചാലേ ഇവിടെ. ഗ്രാസ് എനിക്ക് ഇഷ്ടമാ. അല്ലെങ്കിൽ പിന്നെ നമ്മ അവിടെ പോകേണ്ടിരും. തിരിച്ച് നമ്മ വന്ന വഴിക്ക് കുറെ സ്ഥലം നല്ല കണ്ടായിരുന്നു. അല്ല നോക്കിട്ട് തന്നാ എന്നാലും ഇവിടെ വരെ എത്തിയില്ലേ. ഞാൻ ഓടുമ്പോ ഈ പക്ഷി പോലത്തെ സാധനം ഒച്ച ഉണ്ടാക്കും. തോളത്തിൽ കേറിപ്പോയി. ഇപ്പൊ ഇറക്കാൻ എന്ത് ചെയ്യും? ഇപ്പൊ പടുകൂറ്റം കാണാട്ടാ. ബാമ്പു കിട്ടി. ബാമ്പു ഞാൻ കൊറേ വെട്ടി. ഇവിടെ എന്തായാലും രാത്രി നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം. എന്റെ കയറില്ല, പൊട്ടിച്ചിടാൻ പറ്റും. സ്ഥലമില്ല. സ്വർണ്ണത്തിന് സ്പ്ലൈറ്റ് കിട്ടി. എനിക്ക് ഡയമണ്ടിന്റെ കിരീടം തലേനൊരെണ്ണമുണ്ട്. റിച്ചാന്നറിയാല. രാജകീയമായി കൈമാറി വന്നതാണ്. നമുക്ക് കാട്ടിൽ വീട് വെച്ചാലാണ്. അതിന്റെ ഇടക്ക് കണ്ട് കണ്ട് ഓക്കെ. ഇവിടെ അവിടത്തെ പോലെ അല്ല, ഫുള്ള് ജംഗിളാ. തിക്കായിട്ട് മരമൊക്കെ ഇരിക്കണേ. എടുത്തോ തണ്ണിമത്തൻ കഴിച്ച ശീലമാണ് എന്റെ സ്വന്തമായിട്ടുള്ള. തണ്ണിമത്തന് മൈലേജ് ഇല്ല, അറിയില്ലേ? മൈലേജ് ഒട്ടുമില്ല. ഞാൻ എന്തായാലും ഇത് അധികം ഫാം ചെയ്യാം. ഇയാളെവിടെ പോയിക്കണേ? ഞാൻ ഇവിടത്തെ കാര്യം പറയാം. എനിക്കാണെ പൊട്ടിച്ച കയ്യിൽ കയറില്ല.
ആവണത്തിന് അവനെ പ്രാട് അതല്ലേ സീറ്റ് ടച്ച് വെച്ച് പൊട്ടിച്ച് നമുക്ക് അങ്ങനെ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ തണ്ണി വെക്കാൻ ആക്കണ്ട ശരിയാ എന്നാണ് തോന്നണം. ആടങ്ങനെയുണ്ട് സീറ്റ് ടച്ച് കിട്ടിയിട്ടില്ല എനിക്ക്. ഇത് എങ്ങനെ പൊക്കത്തോട്ട് കയറണമോ? എടാ ക്രീപ്പർ ക്രീപ്പർ എങ്ങനെയാണ് ചാവാന്? ചത്തതിന്റെ സ്പോണിൽ പോയാലോ നീ? 1.5 വട്ടാണ് ഞാൻ ഫുള്ള് ഹെൽത്ത് ഫുള്ളാക്കിട്ട് ഓടിനി. ഇതെങ്ങനെ മണ്ടക്കോട്ട് എങ്ങനെ കയറും? മണ്ടക്കോട്ട് എങ്ങനെയും പഠിച്ച് കേറ്. എന്റെ അടുത്ത് ബ്ലോക്ക് വല്ലതും ഉണ്ടോ നോക്കട്ടെ. ബ്ലോക്ക് വെച്ച് കയറണ്ട, ഇവിടെ വഴി വെച്ച് കയറി. എടേ നമുക്ക് അപ്പുറത്തെ കാട്ടില് വീട് വെച്ചാലോ? നമുക്കിപ്പോ വേണ്ട ഫുഡ് കണ്ടുപിടിക്കണ്ടേ ടൈഗ? ഇനിയിപ്പോ അടുത്തേലും കണ്ടുപിടിക്കാം. ഒരു മണിക്കൂറാ പോണത് നമ്മളെ. അല്ല 1 മണിക്കൂറാ പോയി റെക്കോർഡ് ചെയ്യണ്ടേ. ഇത് നമ്മ സ്പോണാടാ ദേടാ മണ്ട. ശരിയാണല്ലോ. അത് കൊള്ളാം. അല്ല നമ്മ നേരെയല്ലേ പോയത്, പിന്നെ നമ്മ പുറകിലോട്ട് വന്നേ? നേരല്ലോ, നമ്മ കൊറേ കറങ്ങി ഉറക്കണ്ട, കൊറേ വെള്ളം കണ്ടപ്പോ. ശരിയാണ്, അതാണ് നമുക്ക് ഷോള്. നമുക്ക് അങ്ങോട്ടേക്ക് ഓടാം, ബാക്കിലോട്ട്. നമുക്ക് നിങ്ങളുടെ അഭിപ്രായം വെച്ച് നമുക്ക് ഇനി വേൾഡ് ടൂർ വല്ല നടത്തണേ നടത്തട്ടെ. എന്റെ ഒരു വേൾഡ് എത്താനാണ്. അത് കടയിൽ നടത്താം. നമ്മ ഒരുമിച്ച് കളിച്ചെന്ന് പറയാം, പക്ഷെ എന്നാലും ഞാനാണ് അതിന്റെ ഒറ്റയ്ക്ക് കളിച്ചത്. തരക്കേടില്ല. അടി ഇത് കൊള്ളാല. ഫുള്ള് ഒരേ വഴിയിൽ അത്യാവശ്യം ഏകദേശം ഒറ്റ വഴിയില. ഇറങ്ങാ. അതുമല്ല നമ്മുടെ വില്ലേജിന്റെ അടുത്താണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം, വെള്ളം വഴി അങ്ങോട്ട് പോവാം. കറുത്ത കുതിരി ചേട്ടാ, സ്പീഡുണ്ടാ? നല്ല ഹെൽത്ത് ഉണ്ട്, നല്ല സ്പീഡുണ്ട്. ഇവിടെ ഇട്ട് ഞങ്ങൾ ആ സ്ഥലം കണ്ടുപിടിച്ചതിന് ശേഷം റെജിമോൻ ഒരു ഫാം സെറ്റ് ആക്കാൻ പോയി. ആ സമയം തന്നെ ഞാനൊരു ടെമ്പററി സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൾട്ടിപ്ലെയർ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവും വിചാരിക്കുന്നു. ബൈ. അതെ, പുതിയൊരു സീരീസ് ആണ് ഇത്. ഇനി അടുത്തടുത്തിൽ ഞങ്ങളൊരു നല്ലൊരു ഹൗസ് ബിൽഡ് ആയിട്ട് വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതെ, അടുത്ത ആഴ്ച കാണാം.